ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതിൽ വ്യക്തമായ വിശദീകരണം നൽകാതെ സർക്കാർ ഒഴിഞ്ഞുമാറുകയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിനായി അനുവദിച്ച തുകയും മറ്റു പദ്ധതികളും പറഞ്ഞ മന്ത്രി സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ്. സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിനെക്കുറിച്ച് മന്ത്രി അജ്ഞത പാലിക്കുന്നു. പൊതുഭരണ വകുപ്പ് ജനുവരി 16 പുറത്തിറക്കിയ 165/2025 ഉത്തരവാണിത്. ന്യൂനപക്ഷ വകുപ്പ് ഭരണാനുമതി നൽകി പദ്ധതികളുടെ തുക 50% പുതുക്കിയ ഭരണാനുമതി ഉത്തരവെന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് തുടങ്ങി 50% ഫണ്ട് വെട്ടിക്കുറച്ച 9 പദ്ധതികളുടെ പേരും കുറച്ച തുകയും വ്യക്തമാക്കി ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതിന് വിശദീകരണമായി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പക്ഷേ ഈ ഉത്തരവിനെ കുറിച്ചോ ഫണ്ട് വെട്ടിക്കുറച്ചതിനെ പറ്റിയോ ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. പകരം ഈ സാമ്പത്തിക വർഷം 24.45 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. ബജറ്റിൽ വകയിരുത്തിയ ഈ തുകയുടെ 50% വെട്ടിക്കുറച്ചത്. അർഹമായ എല്ലാവർക്കും ഈ വർഷം സ്കോളർഷിപ്പ് വിതരണം ചെയ്യുമെന്ന് പറയുന്ന മന്ത്രി 50% വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിച്ചോ എന്നും വ്യക്തമാക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും ചില മാധ്യമങ്ങളും തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് മന്ത്രി. സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധം മുസ്ലിം സംഘടനകളിൽ നിന്നും ക്രൈസ്തവ സഭയിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെയാണ് വിശദീകരണവുമായി രംഗത്ത് വരാൻ മന്ത്രിയെ പ്രേരിപ്പിച്ചത്. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് PV അൻവർ ഫേസ്ബുക്കിലൂടെ തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് നോക്കാം. ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചും അപരവൽക്കരിച്ചും സർക്കാരിന്റെ ഒരു നടപടി കൂടി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള 9 സ്കോളർഷിപ്പുകൾ 50% വെട്ടിച്ചുരുക്കിയുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഉത്തരവ് ന്യൂനപക്ഷങ്ങളോടുള്ള സർക്കാരിന്റെ നയമാണ് വ്യക്തമാക്കുന്നത്. അർഹരായ ആയിരക്കണക്കിന് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട 7 കോടിയോളം രൂപയാണ് ഇതിലൂടെ നഷ്ടമാകുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. മുന്നാക്ക OBC SC ST സ്കോളർഷിപ്പ് തുക കുറയ്ക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവഗണിക്കാൻ സർക്കാർ പ്രത്യേക താൽപര്യമെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷങ്ങളോടുള്ള നയസമീപനങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വന്ന വ്യതിയാനം പലതവണ ഞാൻ ആവർത്തിച്ച് സൂചിപ്പിച്ചതാണ്. ആ നിലപാടിനെ സാധൂകരിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ തീർത്തും അവഗണിച്ചും അപരവൽക്കരിച്ചും വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷ വർഗീയതയുടെ താൽപര്യങ്ങളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താനുള്ള പിണറായിസത്തിന്റെ നയപരിപാടിയായി വേണം ഈ തീരുമാനത്തെ കാണാൻ. വെട്ടിച്ചുരുക്കിയ പ്രധാന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയെന്നും മുൻപ് അനുവദിച്ചിരുന്ന തുക എത്രയെന്നും PV അൻവർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം നൽകിയിട്ടുണ്ട്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് 2.62 കോടിയാണ്. മുൻപത് 5.24 കോടി രൂപയായിരുന്നു. വിദേശ പഠന സ്കോളർഷിപ്പിന് 85 ലക്ഷമാക്കിയിരിക്കുകയാണ്. മുൻപ് അത് 1.7 കോടി രൂപയായിരുന്നു. മദർ തെരേസ സ്കോളർഷിപ്പ് 33.76 ലക്ഷമാണ്. എന്നാൽ മുൻപ് അനുവദിച്ചിരുന്ന തുക 67.52 ലക്ഷമായിരുന്നു. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് മുൻപ് 82 ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോഴത് 41 ലക്ഷമായിരിക്കുകയാണ്. CA ICWA CS സ്കോളർഷിപ്പ് 28.88 ലക്ഷം രൂപയാണ്. മുൻപത് 57.75 ലക്ഷമായിരുന്നു. ITT IIM സ്കോളർഷിപ്പ് 10 ലക്ഷം രൂപയാണ്. എന്നാൽ മുൻപ് അത് 20 ലക്ഷം രൂപയായിരുന്നു. UGC നെറ്റ് കോച്ചിങ് 9.59 ലക്ഷമായിരുന്നു. എന്നാൽ മുൻപ് 19.18 ലക്ഷമായിരുന്നു. സിവിൽ സർവീസ് ഫീ 20 ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോഴത് 10 ലക്ഷമായി ചുരുക്കിയിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് PV അൻവർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം വെട്ടിക്കുറച്ച ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിരുന്നു. സ്കോളർഷിപ്പ് തുക പൂർണ്ണമായും വിതരണം ചെയ്യണം. സർക്കാർ നിഷേധാത്മക നിലപാട് തുടർന്നാൽ നിയമസഭയിലും പുറത്തും പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്.
ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിൽ 2.62 കോടിയും വിദേശ സ്കോളർഷിപ്പുകളിൽ 85 ലക്ഷവും APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് 41 ലക്ഷവുമാണ് വെട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് ധനമന്ത്രി ആവർത്തിക്കുമ്പോഴാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിലും സർക്കാർ കൈവച്ചതെന്നും VD സതീശൻ പറയുന്നു. കൂടാതെ സർക്കാർ ആരുടെ കൂടെയാണെന്നും അദ്ദേഹം ചോദിച്ചു.